നമ്മുടെ ടോപ്പിക്ക് യൂണിറ്റ് 3 മെഷറിംഗ് ഇക്കണോമിക് പെർഫോമൻസ്. ഇതിൽ നമ്മൾ നാഷണൽ ഇൻകത്തെ മെഷർ ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ, ഇൻകം, വാല്യൂ ആഡഡ് മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ നമ്മൾ മെഷറിംഗ് ആഗ്രഗേറ്റ്, സേവിങ്, വെൽത്ത് എന്ന അഗ്രഗേറ്റ്സിനെയൊക്കെ മെഷർ ചെയ്യുന്നു. അതുപോലെ റിയൽ ആൻഡ് നോമിനൽ GDP മെഷർ ചെയ്യുന്നു. ലിമിറ്റേഷൻസ്, ദെൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സിൻ്റെ 2 അക്കൗണ്ട്സ്, കറണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നോക്കുക, ഇവിടെ നമ്മൾ GDP ആർ മെഷേർഡ് ക്വാർട്ടർലി ബേസിസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. നാഷണൽ ഇൻകം ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് spending by purchasing final output, അതായത് expenditure method, then income received by the factors of production like income method, then amount of final output produced, that is product approach. ഇങ്ങനെ 3 അപ്രോച്ചസിലാണ് നാഷണൽ ഇൻകത്തെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പം മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ഒന്നാമതായിട്ട് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. ഇവിടെ എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ ഇവിടെ GDP അറ്റ് മാർക്കറ്റ് പ്രൈസസ്, ദാറ്റ് മീൻസ് വൈ എന്ന് പറയുന്നത് എന്താണ്? ആഗ്രഗേറ്റ് ഓഫ് ഓൾ ദ ഫൈനൽ എക്സ്പെൻഡിച്ചർ ഇൻ ആൻ എക്കോണമി ഡ്യൂറിങ് എ ഫൈനാൻഷ്യൽ ഇയർ വിച്ച് ഇസ് പ്രസൻറ്റഡ് ബൈ ദ ഫോളോയിങ് ഇൻകം എക്സ്പെൻഡിച്ചർ ഐഡൻറ്റിറ്റി. അപ്പോൾ Y ഈസ് ഈക്വൽ ടു C+I+G+NX. ഓക്കെ, നെറ്റ് എക്സ്പോർട്ട്സ് എന്നുള്ളതാണ് NX കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ, ഒരു ഇക്കോണമിയുടെ ഫൈനൽ എക്സ്പെൻഡിച്ചറിൻ്റെ ബേസിസിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത്, അപ്പോൾ എക്സ്പെൻഡിച്ചറിൽ ഇവിടെ പ്രൊസീജിയർ ഓഫ് ഒബ്റ്റെയിനിങ് വേരിയസ് മാക്രോ എക്കണോമിക് അഗ്രിഗേറ്റ്സ് ഫ്രം GDP, നമ്മൾ ഡിഫറെൻറ്റ് കോമ്പണൻസ് ആണ് GDPക്ക് ഉള്ളത്. ഒന്ന് കൺസംഷൻ, മറ്റൊന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്, ദെൻ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, നെറ്റ് എക്സ്പോർട്ട്. ഇത് ഇത്രയാണ് നമ്മളിവിടെ ഇക്വേഷൻ. കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, അതുപോലെ നെറ്റ് എക്സ്പോർട്ട്സ്, ഇത്രയുമാണ് ഈ ഒരു നാഷണൽ ഇൻകം കാൽക്കുലേഷനിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പലതരത്തിലുള്ള പ്രോബ്ലംസ് വരാം, ലൈക്ക് ഡബിൾ കൗണ്ടിങ് വരാം. അതുപോലെ തന്നെ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് നമ്മളത് കാൽക്കുലേഷനിൽ എടുക്കത്തില്ല. അതുപോലെ ഓണർ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ടാവും, അതിൻ്റെ വാല്യൂ നമ്മൾ എടുക്കുന്നില്ല. അതുപോലെ ഓൺ അക്കൗണ്ട് പ്രൊഡക്ഷൻ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ബൈ എൻ്റർപ്രൈസസ് ഉണ്ട്, ഹൗസ് ഹോൾഡ്, ഗവൺമെൻറ്, ഇതൊന്നും തന്നെ നമ്മൾ എടുക്കുന്നില്ല. ഇതൊക്കെ ഇതിൻ്റെ ഒരു പോരായ്മകളാണ്. ഇനി നമ്മൾ ഇൻകം മെത്തേഡാണ് എടുക്കുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ഇൻകം, ഓരോ ഫാക്ടേഴ്സും ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണേഴ്സ്, ഇവരെല്ലാം റിസീവ് ചെയ്യുന്ന ഇൻകം ഉണ്ടല്ലോ, ഫാക്ടർ ഇൻകംസ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ ആകാം, ഗ്രോസ് ഓപ്പറേറ്റിംഗ് സർപ്ലസ് ആകാം, ദെൻ ഇൻകം ഓഫ് സെൽഫ് എംപ്ലോയിഡ് ആകാം, അതുപോലെ ടാക്സസ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് ഇമ്പോർട്ട്സ് ലെസ്, സബ്സിഡീസ് ഓൺ പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഇൻകം റിസീവ് ചെയ്യാം. ഇനി ഇതിനകത്തുണ്ടാകുന്ന പ്രിക്കോഷൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ പേയ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വിൻഫോൾ ഗെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ലോട്ടറി എന്നുള്ള ഇൻകം, ഓക്കെ, ഇതെല്ലാം നാഷണൽ ഇൻകത്തിൻ്റെ പാർട്ടാണ്. പക്ഷെ അതൊന്നും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നാഷണൽ ഇൻകത്തിൻ്റെ പാർട്ട് അല്ലാതായി മാറുന്നു അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്. ദെൻ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ നിന്ന് കിട്ടുന്ന ഇൻകം ലൈക്ക് തെഫ്റ്റ്, സ്മഗ്ലിംഗ് എക്സെട്ര അതൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻകം അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. വെൽത്ത് ടാക്സ്, ഇമ്പ്യൂട്ടഡ് റെൻ്റ് ഓഫ് സെൽഫ് ഓക്കുപ്പൈഡ് ഹൗസ്, വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസേൺ, ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അടുത്തത് വാല്യൂ ആഡഡ് മെത്തേഡാണ്. ഇനി ഔട്ട്പുട്ട് മെത്തേഡെന്നും പ്രോഡക്റ്റ് മെത്തേഡെന്നും പറയാം. ഇവിടെ നമ്മൾ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് പ്രൊഡ്യൂസിങ് എൻ്റർപ്രൈസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിഷറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മെത്തേഡിൽ ഇക്കണോമിക് ആക്ടിവിറ്റി ബൈ ആഡിങ് ദ മാർക്കറ്റ് വാല്യൂസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ മാർക്കറ്റ് വാല്യൂ എടുക്കുന്നു. അവിടെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ഷൻ ഗുഡ്സ് എക്സ്ക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ we aggregate the value added by the various sectors of production of goods and services to get GDP at market price. GDP at market price കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? വാല്യൂ ആഡഡ് ബൈ വേരിയസ് സെക്ടേഴ്സ്, അതിൽ നിന്ന് നമ്മൾ ഡിഫറെൻറ്റ് സെക്ടേഴ്സിൻ്റെ വാല്യൂസ്, അതായത് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുന്നതിനെയാണ് വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓരോ സെക്ടേഴ്സിൻ്റെ എടുത്തിട്ട് അതിനെ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ ഗ്രോസ് ഔട്ട്പുട്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കുന്നു. നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുമ്പോൾ ഗ്രോസ് ഔട്ട്പുട്ട് മൈനസ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ മൈനസ് ഡിപ്രീസിയേഷൻ. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിക്കോഷൻസ് ഉണ്ടാവാം, ലൈക്ക് ഫാക്ടറി ഇൻകത്തെ
earned by rendering productive services are included. All other transfer income is excluded. Income earned from illegal source നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള നേരത്തെ പറഞ്ഞല്ലോ കമ്മീഷൻ ആൻഡ് ബ്രോക്കറേജ് പെയ്ഡ് ടു ഫെസിലിറ്റേറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്. ചില ഗുഡ് വിൽക്കാൻ നമ്മൾ കമ്മീഷൻ കൊടുക്കും, അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. എന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഓക്യുപ്പൈഡ് ബിൽഡിങ്ങിനുള്ള റെൻറ്റ്, അതുപോലെ വാല്യൂ ഓഫ് പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, ഹൗസ് ഹോൾഡ് വർക്ക് ബൈ ഫാമിലി മെമ്പേഴ്സ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ അമ്മയുടെ സേവനം, അതൊന്നും തന്നെ നമുക്കിതിനകത്ത് വരുന്നില്ല. ആണ് വാല്യൂ ആഡ് മെത്തേഡിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അടുത്തത് അഗ്രഗേറ്റഡ് സേവിങ്സ് ആൻഡ് വെൽത്തിൻ്റെ മെഷേഴ്സാണ്. ഇപ്പോൾ പ്രൈവറ്റ് സേവിങ്സ് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ഡിസ്പോസൽ ഇൻകത്തിൽ നിന്ന് കൺസംഷൻ കുറയ്ക്കുമ്പോൾ മിച്ചമുള്ളതാണ് സേവിങ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് നമ്മുടെ ഡിസ്പോസബിൾ ഇൻകം നമുക്ക് കിട്ടുന്ന ടാക്സ് കൊടുത്തിട്ട് മിച്ചം നമുക്ക് കിട്ടുന്ന, അതുകൊണ്ടാണ് ഇവിടെ NFPA മൈനസ് ടാക്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതാണ് പ്രൈവറ്റ് ഡിസ്പോസബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ കൺസംഷൻ കുറയ്ക്കുമ്പോൾ മിച്ചമുള്ളതാണ് നമ്മുടെ സേവിങ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് സേവിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെൻറ് ഇൻകം മൈനസ് ഗവൺമെൻറ് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്, സിമ്പിളാണ്. നാഷണൽ സേവിങ്സ് എന്ന് പറയുമ്പോൾ രണ്ടിനെയും കൂടെ ചേരുന്നതാണ്. അതായത് SGVTയും അതുപോലെ SPVTയും, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നാഷണൽ സേവിങ്സ് എന്ന് പറയുന്നത്. SPVT പ്ലസ് S ഗവൺമെൻറ്. അപ്പോൾ സേവിങ്സ് ഓഫ് പ്രൈവറ്റ് സെക്ടറും സേവിങ്സ് ഓഫ് ഗവൺമെൻറ് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. നമ്മൾ റിയൽ ആൻഡ് നോമിനൽ GNP ആണ് പറയുന്നത്. അത് നോമിനൽ പറയാം. നോമിനൽ എന്ന് പറയുമ്പോൾ മോണിറ്ററി നാഷണൽ ഇൻകത്താണ്. അത് നാഷണൽ ഇൻ ടേംസ് ഓഫ് മണിയാണ് നോമിനൽ GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയൽ അപ്പോൾ അതെന്ന് പറയുന്നത് കറണ്ട് ഇയർ പ്രൈസസിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഗ്രോത്തിനെ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തെ മെഷർ ചെയ്യുന്നത് കറണ്ട് ഇയർ പ്രൈസസിലാണ്. ഇനി നമ്മൾ കോൺസ്റ്റന്റ് പ്രൈസിൽ GDP മെഷർ ചെയ്യുമ്പോൾ അത് റിയൽ GDP എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് എത്ര പ്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ വാല്യൂ ടേംസിലാണ് റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ GDP അറ്റ് കോൺസ്റ്റന്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ GDP അറ്റ് കറണ്ട് പ്രൈസ് ഡിവൈഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ഫോർ കറണ്ട് ഇയർ ഇൻറ്റു ബേസ് ഇയർ പ്രൈസ് ഇൻഡെക്സ്. നോക്കുക, പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ആവറേജ് ലെവൽ ഓഫ് പ്രൈസ് ഫോർ പെർട്ടിക്കുലർ ഗുഡ്സ് ആൻഡ് സർവീസസ് റിലേറ്റീവ് ടു ബേസ് ഇയർ പ്രൈസസ്. ഇറ്റ്സ് എ മെഷർ ഓഫ് കറണ്ട് പ്രൈസ് ലെവൽ റിലേറ്റീവ് ടു ബേസ് ഇയർ. രണ്ട് തരത്തിലുള്ള പ്രൈസ് ഇൻഡെക്സ് ആണ്. GDP ഡിഫ്ലേറ്ററും ഉണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും ഉണ്ട്. GDP ഡിഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷേഴ്സ് ദ ആവറേജ് ലെവൽ ഓഫ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ GDP. GDPയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസിന്റെ ആവറേജ് ലെവൽ ഓഫ് പ്രൈസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. GDP ഡിഫ്ലേറ്റർ ഇസ് ഈക്വൽ ടു നോമിനൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. ഇനി കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ അതിൽ റിയൽ GDP. ഓക്കെ, അപ്പോൾ GDP ഡിഫ്ലേറ്റർ മനസ്സിലായല്ലോ, നോമിനൽ GDP ബൈ റിയൽ GDP ആണ്. റിയൽ GDP കാൽക്കുലേറ്റ്, അപ്പം ഇത് GDP ഡിഫ്ലേറ്റർ ആണ്. ഇനി നോമിനൽ GDP കാണാനായിട്ട് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ റിയൽ GDP കാണാൻ ഇതിനെ ഇത് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു 100 ചെയ്താൽ മതി. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മെഷറാണ്. പ്രൈസ് ഓഫ് ബൈയിങ് ഫിക്സ്ഡ് ബാസ്ക്കറ്റ് ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊരു ഇൻഡെക്സ് ആണ്. അതായത് നമ്മുടെ ഈ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പ്രൈസ് ഇൻഡെക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെഷറാണ്. അതിനെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കറണ്ട് ഇയർ ബാസ്ക്കറ്റ് ഓഫ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ ബേസ് ഇയർ പ്രൈസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഇൻറ്റു 100. ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എത്ര മാത്രം ഇൻഫ്ലേഷൻ ഉണ്ടായി, കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇപ്പോൾ P2 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ പ്രൈസ്, ഈ വർഷത്തെ പ്രൈസാണ്. P1 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ പ്രൈസാണ്. അപ്പോൾ P2 മൈനസ് P1 ബൈ P1 ഇൻറ്റു 100 ആണ് ഇൻഫ്ലേഷൻ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി GDPക്ക് ഒരുപാട് ലിമിറ്റേഷൻ വരും. കാരണം GDPയുടെ കോമ്പോസിഷനിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ പോപ്പുലേഷൻ ഇഫക്ട്സ് ഇഗ്നോർ ചെയ്യുന്നു. ലാർജ് കോൺട്രിബ്യൂഷൻ ബൈ ഫ്യൂ. then GDP ignores quality of environment. then only legal products are included. ഇതൊക്കെ GDPയുടെ ഒരു ലിമിറ്റേഷൻസ് ആണ്. നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലേക്ക് വരികയാണ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ നാഷണൽ അക്കൗണ്ടിങ് ഫോർ ഓപ്പൺ ഇക്കോണമി ആണ്. ഒരു ഓപ്പൺ ഇക്കോണമി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, റെസ്റ്റ് ഓഫ് ദ വേൾഡിൻ്റെ ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് നമ്മൾ എടുക്കുന്നതാണ്. ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് ഫ്രം അതർ കൺട്രീസ് എടുക്കുന്നു. അതുപോലെ വാട്ട് റെസിഡൻസ് ഓഫ് എ കൺട്രി റിസീവ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള റെസിഡൻസിന് എന്താണ് റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്ന് എത്ര കിട്ടുന്നു
അതെടുക്കുന്നു. ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് എടുക്കുന്നു. അതുപോലെ വാട്ട് റെസിഡൻസ് ഹാവ് പെയ്ഡ്, മറ്റുള്ള കൺട്രീസ് നമ്മൾ എന്ത് കൊടുത്തു എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ. അതുപോലെ ട്രാൻസ്ഫേഴ്സ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ദ ഡൊമസ്റ്റിക് റെസിഡൻസ് ടു ദ റെസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ് അവിടെ നിന്ന് എടുക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ ക്യാപിറ്റൽ നമ്മൾ എടുക്കുന്നു. കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് ഐറ്റംസ് വരുന്നത് 3 ഐറ്റംസ് ആണ്. ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് സർവീസസ്, ദെൻ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. അപ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും എടുക്കുന്നു എന്ന് വെച്ചാൽ വിസിബിൾ ഗുഡ്സ് മാത്രം എടുക്കുന്നു. ഇൻവിസിബിൾ ഗുഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിനകത്ത് നമ്മൾ സർവീസസും കൂടെ ആഡ് ചെയ്യുന്നത്, അതാണ് ബാലൻസ് ഓഫ് സർവീസസ് എന്ന് പറയുന്നത്. ഇനി യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡൺ ബൈ വൺ കൺട്രി ടു അനദർ വിതൗട്ട് പർച്ചേസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലൈക്ക് എയ്ഡ്, ഗിഫ്റ്റ്, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിനാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ നമ്മൾ റെക്കോർഡ്സ് ഓൾ ട്രാൻസാക്ഷൻസ് വിച്ച് കോസ് എ ചേഞ്ച് ഇൻ ദ അസറ്റ്സ് ഓർ ലയബിലിറ്റി ഓഫ് എ country. It includes all capital transfers such as loan and investment, commercial borrowings between one country and the rest of the world. അപ്പോൾ ഇതിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ FDI, FPI അതൊക്കെ വരുന്നു. FDI എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന FDI എന്ന് പറയുന്നത്. FPI എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കോമ്പണൻ്റ് ആണ്. അടുത്തത് എന്താണ്, നമ്മുടെ ലോൺസ് ആണ്. ലോൺസിൽ ഷോർട്ട് ടേം, ലോങ് ടേം, എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് എല്ലാം വരുന്നു. മൂന്നാമതായിട്ട് വരുന്നത് ബാങ്കിങ് ക്യാപിറ്റലാണ്. അതിൽ ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ്സ് ബൈ ഫോറിൻ നാഷണൽസ് വരും. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ഇമ്പോർട്ട്സ്, എക്സ്പോർട്ട്സ്, ട്രേഡ് ബാലൻസ് എന്ന് വെച്ചാൽ ഈ 2ൽ നിന്ന് 1 മൈനസ് ചെയ്യണം. എക്സ്പോർട്ടിൽ നിന്ന് ഇമ്പോർട്ട് മൈനസ് ചെയ്യുമ്പോൾ ട്രേഡ് ബാലൻസ് കിട്ടുന്നു. അതുപോലെ ഇൻവിസിബിൾ, അപ്പോൾ ഇത് ഇത്രയും എന്താണ്, വിസിബിൾ ബാലൻസ് ആണ്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ സർവീസസ് ആണ്. അതിൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതിൽ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺസ്, ബാങ്കിങ്, റുപ്പി, ഡെപ്റ്റ്, സർവീസസ്, അതർ ക്യാപിറ്റൽ, എറേഴ്സ് ആൻഡ് ഒമിഷൻസ് വരുന്നു. 7th വൺ ടോട്ടൽ ക്യാപിറ്റൽ, ഓവറോൾ ബാലൻസ്, മോണിറ്ററി മൂവ്മെൻറ്റ്സ്, ദെൻ ടോട്ടൽ റിസർവ് മൂവ്മെൻറ്റ്സ്, ഇത്രയും വരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്ക്.